തരത്തിൽ എങ്ങനെയാണ് സ്ത്രീയുടെ സ്ഥലങ്ങൾ ഉത്തേജിപ്പിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. പല സ്ത്രീകളും വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് സ്ഥലങ്ങൾ 9 തരത്തിൽ ഉത്തേജിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ സ്ഥലങ്ങൾ ഉത്തേജിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള വർത്താനമൊക്കെ പറയാം. ഇപ്പൊ അവരുടെ അമലുകൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഭയങ്കര സെക്സി ആയിട്ട് ഇരിപ്പുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ഡർട്ടി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതും അവർക്കിത് കൂടുതൽ ഉത്തേജനം നൽകാനും ശരിയായ രീതിയിൽ അവർക്ക് നിങ്ങളെ ആക്ട് ചെയ്യാനും പറ്റും. ഇപ്പൊ ചെറിയ സ്ഥാനമാണ് എനിക്കുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീന്റെ അടുത്ത് അവര് എന്താണ് ഡ്രസ്സ് മാറ്റുമ്പോഴേക്കും ഒയ്യോ ഇത് ചെറുതായി പോയല്ലോ. വലിയ സ്ഥാനങ്ങളുള്ള സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ അവര് ഭയങ്കരമായിട്ട് തൂങ്ങി കിടക്കും, വയറിലൊക്കെ ആയിരിക്കും കിടക്കുക. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് വേണം തുടങ്ങാൻ. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉത്തേജിപ്പിച്ച് വളരെ പതിയെ വേണം നിങ്ങൾ സ്ഥലങ്ങളിലെത്താൻ. വളരെ സ്ലോ ആയിട്ട് വേണം ടച്ച്, അല്ലെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് മുലക്കണ്ണുകളിലൊക്കെ പിടിക്കുക. പിന്നെ അവരൊന്ന് ഓണായി എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴും അവരുടെ ശബ്ദങ്ങളും അല്ലെങ്കിൽ മൂളലും ഒക്കെ ഇച്ചിരി വ്യത്യാസമായിരിക്കും. അവര് ശരീരത്തിന്റെ ലാംഗ്വേജ് തന്നെ വ്യത്യസ്തമാവും അല്ലേ. അപ്പൊ ആ സമയത്ത് മാത്രമേ കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത ഭാഗങ്ങളിലേക്ക് ഉത്തേജിപ്പിക്കാൻ പാടുള്ളൂ. ചില കാര്യങ്ങൾ കണ്ടാ ചെറുതാ തോന്നുന്നു, പക്ഷെ അതിനകത്ത് വലിയ വലിയ സംഗതികൾ ഒളിച്ചിരിപ്പുണ്ടേ. അതെ, ഒരു ചെറിയ വിത്തിനകത്ത് ഒരു വലിയ പൂമര ഒളിച്ചിരിക്കണ്ട് പറയാണേ.